Oh, to Jesus I surrender. All to Him I freely give. I will ever love and trust Him, in His presence daily live. I surrender all. I surrender all. Oh, to Thee, my blessed Savior, I surrender all. Oh, to Jesus I surrender. Humbly at His feet I bow. Worldly pleasures all forsaken. Take me, Jesus, take me now. I surrender all. I surrender all. Oh, to Thee, my blessed Savior, I surrender all. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പിന്നെയും ഞങ്ങൾക്ക് അടുത്ത് വരുവാനും അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ശ്രവിക്കാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഈ വർഷത്തേക്ക് ഞങ്ങളുടെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രാരംഭത്തിൽ കർത്താവെ ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ അവിടെ സഹായിച്ചു ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ വചനം അവിടുത്തെ ആസനം കൂടി ആത്മനിറവിൽ സംസാരിപ്പാൻ തക്കവണ്ണം സഹായിച്ചതുകൊണ്ട് ഞങ്ങളേക്ക് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, കർത്താവെ ഞങ്ങൾ നിറവുള്ളവരായി, ആത്മാവിൽ നിറവുള്ളവരായി അങ്ങേക്ക് ഏറ്റവും പ്രയോജനകരമായി ജീവിപ്പാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളിൽ വ്യാപരിപ്പാൻ തക്കോണം, കർത്താവെ അത് പെരുകി വരുവാൻ തക്കോണം ഞങ്ങളെ ഒന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങളോട് ദുരപേക്ഷിക്കുന്നു. ആദ്യ സെക്ഷൻ അനുഗ്രഹമായി കർത്താവ് നടത്തിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. തുടർന്ന് അവിടുത്തെ ദാസനെ അവിടെ നിന്ന് സഹായിക്കണമേ. ആത്മനിർവോടുകൂടി കർത്താവെ സംസാരിപ്പാനും കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുവാൻ ഞങ്ങൾ വചനം കേൾക്കുന്നവരായിട്ടല്ല, അത് അനുസരിക്കുന്നവരായി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കുന്നവരായി ജീവിപ്പാൻ തക്കോണം. അങ്ങനെ ആത്മീയമായിട്ട് ഞങ്ങൾ സ്ഥലസഭയായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ഞങ്ങൾ ബലപ്പെടുവാൻ തക്കോണം ഞങ്ങളെ അവിടെ സഹായിക്കണം എന്നോടത്തോട് അപേക്ഷിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവത്തിനായിട്ട് സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിലിരിപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ക്രിസ്തുയേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും വചനം പഠിക്കുവാനും കർത്താവ് തരുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച വിഷയം ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുക. നാം എഫേസ് ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി നാം ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രാരംഭമായിട്ട് നാം പൗലോസിൻ്റെ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ താൻ ദൈവസന്നിധിയിൽ വെക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചു. ആ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ അതിലൊരു ക്രമം നാം കണ്ടു. ഒരു പുരോഗമനം, ക്രമാനുഗതമായിട്ടുള്ളൊരു വളർച്ച. അതാ ഇംഗ്ലീഷിൽ നിന്നും ദാറ്റ് പ്രയോഗം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് വിശദീകരിച്ചത് ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്നും നാം മനസ്സിലാക്കിയത് 4ാമത്തേതാണ് അതിലെ ഏറ്റവും വലിയ ആവശ്യം. എന്തായിരുന്നു 4ാമത്തെ ആവശ്യം? പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരണം. പിന്നെ നാം അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവിക സ്വഭാവങ്ങളാൽ നാം നിറയണം. പുത്രനിൽ അവൻ്റെ സമ്പൂർണ്ണതയുണ്ട്, അത് വേറൊരു കാര്യം. പുത്രനിൽ അവൻ്റെ സമ്പൂർണ്ണതയുണ്ടെന്ന് പറയുമ്പോൾ ദൈവിക ഗുണലക്ഷണങ്ങളും എല്ലാം അവനിലുണ്ട്. നമ്മിൽ ദൈവിക ഗുണലക്ഷണങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമായിട്ടുള്ള ഗുണലക്ഷണങ്ങൾ അത് വരിക അസാധ്യമാണ്. കാരണം നാം സൃഷ്ടികളാണ്.
സ്വർഗത്തിൽ ചെന്നാലും നാം സൃഷ്ടികളിൽപ്പെട്ടതാണ്. അപ്പോൾ നാം ഒരിക്കലും സർവ്വജ്ഞാനികളാകില്ല, നാം ഒരിക്കലും സർവ്വവ്യാപികളാകില്ല. അത് ദൈവത്തിന് മാത്രമുള്ള ഗുണമാണ്. എന്നാൽ ക്രിസ്തുവിൽ അതുമുണ്ട്. അവൻ ദൈവമാണ്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ ദേഹത്തിൽ വന്നപ്പോഴും അവയെല്ലാം അവനിലുണ്ട്. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ ആർജിതമായിട്ടുള്ള, നമുക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങളാണ് അവ നമ്മിലുണ്ടാവണം. അവൻ്റെ സ്വഭാവം നമ്മിലുണ്ടാകണം. നാം ഓർത്തു, അവൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലുണ്ടാകണമെന്ന് പറയുമ്പോൾ അത് പുത്രനോടുള്ള ആനുരൂപ്യമാണ്. നാം ഒരിക്കൽ അവനെപ്പോലെയായി തീരും അവനെ നാം കാണുമ്പോൾ. എന്നാൽ ഇന്ന് നാം ഇവിടെ ജീവിക്കുമ്പോൾ ആ ആനുരൂപ്യത്തിൽ വർദ്ധിക്കുവാൻ, വളരുവാൻ ആവശ്യമുണ്ട്. അതാണ് നാം ചിന്തിക്കുന്നത്. അതിന് സ്വർഗം എന്ത് ചെയ്തു, ദൈവം എന്ത് ചെയ്തു എന്നുള്ളതാണ് നാം ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടത്. എന്ത് ദൈവം ചെയ്തു പറഞ്ഞാട്ട്? പറയുകയില്ലെന്നങ്ങ് ശടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എല്ലാവരും. ഒന്ന് പറഞ്ഞാട്ട്. ആദ്യത്തെ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടില്ല, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ക്ലാസ്സിൽ അധിക സമയം നമ്മുടെ മുമ്പാകെ ഇല്ലതാണ്. എന്ന് പറഞ്ഞാട്ട് എന്താ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടത്? ഒത്തിരി പോയിന്റ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, 3 പോയിന്റേ പറഞ്ഞുള്ളൂ. എന്താ ദൈവം ചെയ്തത്? ദൈവം പുത്രനെ തലയായി നൽകി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? തലയെ മുറുകെ പിടിക്കണം. തലയെ മുറുകെ പിടിക്കണം. തലയ്ക്കും നമുക്കും ഇടയിൽ കൂട്ടായ്മയെ ഭേദിക്കുന്നതായിട്ടുള്ള ഒന്നും വരാതെ നാം സൂക്ഷിക്കണം. അനുദിനം സൂക്ഷിക്കണം. ഓരോ നിമിഷവും സൂക്ഷിക്കണം. രണ്ടാമത് ദാനങ്ങൾ. ആര്? പുത്രൻ. പുത്രൻ ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത പുത്രനെ കുറിച്ച് അവിടെ നാം കാണുന്നത്. അവൻ ദാനങ്ങളെ നൽകി. നാം വായിച്ച വേദഭാഗത്ത് ആ ദാനങ്ങളെന്നൊക്കെ പറയുമ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെയാ, അതിലേക്കൊന്നും നാം പോയില്ല. എന്നാൽ പൊതുവേ നാം പറയുകയായിരുന്നു, അവിടെ ദാനങ്ങളെന്ന് പറയുമ്പോൾ വരപ്രാപ്തരായിട്ടുള്ള കൃപാദാനങ്ങളെയാണ് നാം കാണുന്നത്, ശുശ്രൂഷക്കാരെയാണ് നാം കാണുന്നത്. നാം ഓർക്കേണ്ടത്, ശുശ്രൂഷ ഇല്ലാത്ത ആരുമില്ല. ശുശ്രൂഷ ഇല്ലാത്ത ആരുമില്ല. സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷ ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അത് ചെയ്യുവാനുള്ള എന്തും തന്നിട്ടുണ്ട്? വരം, കൃപാവരങ്ങൾ, ആത്മീയ വരങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. അത് ആത്മീയ കഴിവുകളാണ്. രക്ഷിക്കപ്പെട്ടപ്പോഴേ തന്നതാ. എന്താ കിട്ടിയതെന്ന് നാം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും വെവ്വേറെയായിട്ടുള്ളതാണെന്ന് വചനം വ്യക്തമായി പറയുന്നു. അപ്പോൾ എനിക്കെന്താണ് ലഭിച്ചത്, ഞാനത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് ഞാൻ വളർത്തണം. വളർത്തുക മാത്രമല്ല, മറ്റുള്ളവരുടെ ഗുണത്തിനായി ഞാനത് ഉപയോഗിക്കണം. അപ്പോൾ മറ്റുള്ളവർ ആത്മീയമായി വളരും, തലയോളം വളരും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അതൊക്കെ നാം കാണുന്നുണ്ട്. അതുപോലെ അവർ ഉപയോഗിക്കുമ്പോൾ ഞാൻ വളരും. അങ്ങനെ ഒരുമിച്ച് ക്രിസ്തു എന്ന തലയോളം വളരണം. ആ ചിത്രമാണ് അവിടെ ആ 4-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് പുത്രൻ ദാനങ്ങളെ നൽകി. പിന്നെ മൂന്നാമത് നാം എന്ത് കണ്ടു? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞവരായി, അല്ലെങ്കിൽ ആത്മാവിനാൽ നിറയുവിൻ. അതിൻ്റെ ചില അർത്ഥങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ചുരുക്കമായി നാം കാണുകയായിരുന്നു. എന്നാൽ ആ ചിന്തിച്ച കാര്യങ്ങൾ ചുരുക്കമായിട്ടാണെങ്കിലും കൂടുതലായിട്ട് അത് മനസ്സിലാക്കുവാനും അതിൽ പ്രായോഗികത നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി നാം ചെയ്യേണ്ടത് ഏറെ ആവശ്യമാണ്. ആത്മാവ് നിറഞ്ഞവരായി എന്നുള്ള അർത്ഥത്തിൽ നാം കണ്ടത് നമ്മിൽ അഴുക്കായിട്ടുള്ളത്, അവന് പ്രസാദമായിട്ടുള്ളത്, പ്രസാദമല്ലാത്തതായിട്ടുള്ളത്, അവന് ഇഷ്ടപ്പെടാത്തത് അതെന്തൊക്കെയോ അതൊക്കെയും ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള ആ ആത്മിക പരമാർത്ഥത നാം കാട്ടേണ്ടതേറെ ആവശ്യമാണ്. ഇതൊക്കെ ഇല്ലാതെ ആത്മിക വളർച്ച അസാധ്യമാണ്. ഇതൊക്കെ ഇല്ലാതെ പുത്രനോടുള്ള അനുരൂപ്യം അസാധ്യമാണ്. പുത്രനോടുള്ള അനുരൂപ്യം ഒരളവിൽ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അത് വളരെ നിരാശകരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ്. സ്വർഗം ഇതെല്ലാം ചെയ്യുകയാണ് നമുക്ക് വേണ്ടി. പിതാവ് അതിൽ ചെയ്യേണ്ടത് ചെയ്തു, പുത്രൻ അതിൽ ചെയ്യേണ്ടത് ചെയ്തു, പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പുത്രനോടുള്ള അനുരൂപ്യം ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ കുറ്റം നമ്മുടേതാ. അപ്പോൾ അത് നാം മനസ്സിലാക്കി നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ ഇടവരേണ്ടതേറെ ആവശ്യമാണ്. ദൈവം ചെയ്യേണ്ടത്, ത്രിയേക ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുവെങ്കിൽ നാം ചെയ്യേണ്ടത് നാമും ചെയ്യണം.
അത് നാം മനസ്സിൽ വെച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് നാം കരുതണമെന്നുള്ളത് മനസ്സിലാക്കുവാൻ വീണ്ടും ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എഫേസ് ലേഖനം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള ആ വാക്യങ്ങൾ നമ്മുടെ സമയം ലാഭിക്കാനായിട്ട് ഞാൻ ആ വാക്യഭാഗം ആ വേദഭാഗം വീണ്ടും ഞാൻ വായിക്കുന്നില്ല. എന്നാൽ അവിടുത്തെ ആ 3 ആവശ്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ 3 പെറ്റിഷൻസ്. ആദ്യം താൻ പറഞ്ഞ ആ 3 ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ആദ്യം എന്താണ്? 16-ാം വാക്യം, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അതാണ് ആദ്യത്തെ സംഗതി. നാം ബലപ്പെടണം, ശക്തിയാർജിക്കണം. നാം ഓർത്തു, 1-ാം അധ്യായത്തിൽ പൗലോസ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നത് നാം കണ്ടു. നമ്മുടെ കണ്ണുകൾ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, കാണേണ്ടതൊക്കെ കാണണം. അവിടെയും 3 കാര്യങ്ങൾ നാം കാണുന്നു, നാം കാണേണ്ട കാര്യങ്ങൾ. ആ ഒടുവിലത്തത് ശക്തിയെ സംബന്ധിച്ച ദൈവത്തിൻ്റെ ശക്തി. ആ ശക്തിയെക്കുറിച്ച് താൻ വർണ്ണിച്ചു, ആ വാക്കുകളാൽ വർണ്ണിച്ചു. പിന്നെ അതിനൊരു ദൃഷ്ടാന്തം, ആ ശക്തി ക്രിസ്തുവിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിന് താൻ ആ ദൃഷ്ടാന്തം കാണിച്ചു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. 2-ാം അധ്യായം മരിച്ചവരായിരുന്ന നമ്മളെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു. അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ശക്തിയുടെ പ്രഭാവമാണ്. പിന്നെയും താഴേക്ക് വായിക്കുമ്പോൾ ഇന്ന് അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ചേർത്ത് കെട്ടിടമായി പണിതു വരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം അതും ആ ശക്തിയാല. 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ ആദ്യത്തെ 13 വാക്യങ്ങളിൽ ആ ശക്തിയാൽ പൗലോസ് പറയുന്നത് തനിക്കൊരു ശുശ്രൂഷയും ലഭിച്ചു. അതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ശക്തിയുടെ പ്രാധാന്യമാണ്. ഇനിയും താൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തിയാൽ ഓരോ വിശ്വാസിയും ബലപ്പെടണം. നാം ആ ഭാഗം നോക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ. ആ ശക്തിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ താൻ പറയുന്നത് എവിടെ അല്ലെങ്കിൽ ഏതിടത്ത് നാം ശക്തിപ്പെടണം എന്നുള്ള കാര്യമാണ് ആദ്യമായി നോക്കേണ്ടത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. അകത്തെ മനുഷ്യൻ. ഇതെന്താ ഈ അകത്തെ മനുഷ്യൻ? ഈ അകത്തെ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവല്ല, മനുഷ്യാത്മാവ്. ഹൃദയമെന്നും അകത്തെ മനുഷ്യനെന്നും ഒക്കെ അതിന് തിരുവചനത്തിൽ പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാനായിട്ട് ആവശ്യമില്ല. അവിടെ ഉള്ളിൽ നമുക്ക് ശക്തി ആർജിക്കണം, ആത്മാവിൽ നമുക്ക് ശക്തി ആർജിക്കണം, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തി ആർജിക്കണം. നമ്മൊന്ന് ഓർക്കേണ്ടത്, ദൈവം നാമുമായി ഏർപ്പെടുമ്പോൾ അവൻ അകത്തു നിന്നാദ്യം തുടങ്ങുന്നു. പിശാച് നാവുമായി ഏർപ്പെടുമ്പോൾ അവൻ പുറത്തുനിന്ന് തുടങ്ങുന്നു. ഹവ്വയോട് അങ്ങനെയായിരുന്നു. ആദ്യം അവൾക്ക് തോന്നിയത് അത് ഭക്ഷിപ്പാൻ നല്ലത്, ശരീരത്തിന് നല്ലത്. കർത്താവിൻ്റെ അരികിൽ വന്നപ്പോഴും ഈ കല്ല് അപ്പമാക്കി തീരും, ശരീരത്തിന് വല്ലോ. അവൻ നമ്മുടെ അടുക്ക് വരുമ്പോൾ ആദ്യം ശരീരത്തിൽ ആരംഭിക്കുന്നത് ജഡമോഹം, അല്ലേ? ജഡമോഹം അവൻ പുറത്തുനിന്ന് ആരംഭിക്കുന്നത്. എന്നാൽ ദൈവം നമ്മോട് ഏർപ്പെടുമ്പോൾ അവൻ അകത്ത് ശക്തി നൽകിയാണ് അവൻ ആരംഭിക്കുന്നത്. അകത്തു നിന്ന് അവൻ ആരംഭിക്കുന്നു. ഒരു മരം മനസ്സിൽ കാണുക. ആ മരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ തോലിലല്ല, അകത്തെ വെള്ളത്തടിയിലുമല്ല, പിന്നെ അതിൻ്റെ ആ കാതലില. അതാണ് ഏറ്റവും ഉള്ളിലുള്ളത്. അതിൻ്റെ പുറത്തുള്ളതൊക്കെ അവിടെ ഉണ്ട്, ആവശ്യമാണ്, അതിനൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ട്, സംശയമില്ല. എന്നാൽ ശക്തി കാതലില്ല. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ദൈവം ശക്തി നൽകുന്നത് അവൻ ആരംഭിക്കുന്നത് ഉള്ളില, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ നമുക്ക് ശക്തി നൽകുമ്പോൾ ആ ശക്തിയുടെ അളവെന്ന് നോക്കുക. ആ ഭാഗത്ത് തന്നെ നാം കാണുന്നത് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. എന്താണ് ഈ മഹത്വത്തിൻ്റെ ധനം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം? മഹത്വം.
മഹത്വത്തിന് തിരുവചനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട അർത്ഥം ദൈവിക സ്വഭാവങ്ങൾ തന്നെയാണ്. തൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ. ഇവിടെ അവൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ദൈവിക ശക്തിയെ തന്നെ ആയിരിക്കാം പൗലോസ് ഓർക്കുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ശക്തിക്കനുസാരമായിട്ടാണ് അവൻ നമ്മെ ശക്തീകരിക്കുന്നത്. അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം, അവൻ്റെ മഹത്വത്തിൽ നിന്നൊരു ഭാഗമെന്നല്ല, അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ശക്തിപ്പെടുവാനുള്ള നമുക്കുള്ള തോതത, നമുക്കുള്ള അളവത അവൻ്റെ ശക്തിയോളം അതിനളവില്ലാത്തതാ. അത്രത്തോളം നമുക്ക് ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ശക്തിയുടെ അളവ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ മുഖാന്തരം നോക്കുക, അവൻ്റെ ആത്മാവിനാൽ, അവൻ്റെ ആത്മാവിനാൽ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ. പരിശുദ്ധാത്മാവിനാലാണ് ദൈവം നമുക്ക് ശക്തി നൽകുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെല്ലാം തിരുവചനത്തിലൂടെയാ. വചനമില്ലാതെ ശക്തീകരണമില്ല. നമുക്കൊരു നിമിഷം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. എന്താണ് അവിടെ നാം കാണുന്നത്? നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പൗലോസ് എഫേസ്യ മൂപ്പന്മാരോട് പറയുന്ന വാക്കുകളാണ്. അവിടെ നാം കാണുന്നത് നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും. ആത്മിക വർധന അത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ശക്തീകരണം, ബലപ്പെടുന്ന കാര്യമാണ്. ബലം വർധനയിലാണല്ലോ, വളർച്ചയിലാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ ആത്മീയ വർധന എന്ന് പറയുമ്പോൾ ആത്മീയ ശക്തി. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ആ ശക്തി നമുക്ക് നൽകുന്നത് ദൈവമാണ്, അവൻ്റെ കൃപയുടെ വചനമാണ്. അല്ലെങ്കിൽ വചനം നമ്മെ വളർത്തുന്നു, വചനം നമുക്ക് ശക്തി നൽകുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഉള്ളിൽ ബലം നൽകുമ്പോൾ ആ വചനത്താലാണ് അവൻ അത് ചെയ്യുന്നത്. വചനമില്ലാതെ വളർച്ചയില്ല. വചനമില്ലാതെ ആത്മീയ ശക്തി പ്രാപിക്കുവാൻ അസാധ്യമാണ്. എന്ത് സ്ഥാനമാണ് വചനത്തിന് നാം കൊടുത്തിരിക്കുന്നത്? ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, വേദപുസ്തകം എടുത്ത് നമ്മുടെ ഷെൽഫിൽ വെച്ചിരുന്നാൽ പരിശുദ്ധാത്മാവിന് പോലും അതിനെക്കൊണ്ട് ജീവിതത്തിലൊരു പ്രയോജനം വരുത്താൻ പറഞ്ഞാട്ട് സാധ്യമല്ല. അത് ഷെൽഫിൽ വെച്ചിരിക്കുക. മിക്കവാറും അങ്ങനെയല്ലേ അല്ലേ? അല്ലേ തലയാണ കീഴിലോ അടുത്തൊക്കെ വെക്കും. അതെടുത്തത് വായിക്കുന്ന അവസ്ഥയില്ല. വായിക്കത്തില്ലെന്നല്ല, നമുക്ക് വായിക്കുന്നവരാ, സംശയമില്ല. എന്നാൽ ഞാനിങ്ങനെ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെച്ചിരിക്കുന്ന ബൈബിളുമായിട്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വചനം ഉള്ളിൽ വേണം. ക്രിസ്തുവിൻ്റെ വചനം സകല ഐശ്വര്യത്തോട് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. അത് ഉള്ളിൽ വസിക്കണം, അത് ഉള്ളിലാകണം. ഉള്ളിലാണ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് അത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ്. സംഗ്രഹിക്കണം. അങ്ങനെ സംഗ്രഹിക്കുന്നുവെങ്കിൽ ആ വചനത്താൽ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും, നാം ബലപ്പെടും. അക്കാര്യം ഇവിടെ പൗലോസ് പറയുന്നത്. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരുവാൻ നാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ്. ഇവിടെ നാം ഒന്നാമതായിട്ട് കണ്ടത് ഉള്ളിൽ ബലപ്പെടണം, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടണം. അതിൻ്റെ കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത്. വചനം വേണം, ആത്മാവാണിത് ചെയ്യുന്നത്. ആത്മാവ് അത് ചെയ്യണമെങ്കിൽ വചനമുള്ളിൽ വേണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തേതിലേക്ക് പോകാം. രണ്ടാമത്തേതിലേക്ക് അതിൻ്റെ 17-ാം വാക്യം നോക്കുക. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. എഫേസ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 17-ാം വാക്യത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ക്രിസ്തു 16-ാം വാക്യമാണ് ഇപ്പോൾ നാം ചിന്തിച്ചത്. ഇനി 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും. ക്രിസ്തു ഹൃദയങ്ങളിൽ
വസിക്കണം. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നാം സാധാരണ കേൾക്കുന്ന വിശദീകരണമാണ് വസിക്കുക. ഒരിടത്തായിരിക്കുക എന്ന് പറയുന്നതും വസിക്കുക എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. വസിക്കുക എന്ന് പറയുമ്പോൾ സകല അധികാരത്തോടും അതുപോലെ ആ സകല ഇൻഫ്ലുവൻസോടും ഒരു സ്ഥലത്ത് ആയിരിക്കുന്ന ആ അവസ്ഥയെ അത് കാണിക്കുന്നതാണ്. കേവലം ഒരിടത്തായിരിക്കുന്നത് വേറെ. ഇവൾ അതിഥികളായിട്ടൊക്കെ ഒരു ഭവനത്തിൽ പോവുകയാണെന്ന് വിചാരിക്കുക. നാം ആ ഭവനത്തിൽ 1-2 മണിക്കൂർ അല്ലെങ്കിൽ 1-2 ദിവസം അവിടെ പാർക്കുന്നു എന്ന് വിചാരിക്കുക. ആ വീട്ടിലെ പല കാര്യങ്ങളും നമുക്കറിയില്ലായിരിക്കും. ചിലപ്പോൾ നാം 1-2 ദിവസം അവിടെ പാർത്താലും അതിനകത്തെ ഷെൽഫിനകത്ത് എന്തൊക്കെ ആയിരിക്കുന്നു, അലമാരിക്കകത്ത് എന്തൊക്കെ ആയിരിക്കും, അതൊന്നും നാം നോക്കാറില്ല. മാത്രമല്ല ആ സ്വിച്ച്, ഇന്ന ഫാനിന് എന്ത് സ്വിച്ച്, ഇന്ന ലൈറ്റിന് എന്ത് സ്വിച്ച്, നമ്മൾ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിയും. അധിക കാര്യങ്ങൾ നമ്മൾ അറിയില്ല, അറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ല, ചെയ്യുകയും ചെയ്യരുത്. അവൾ കാരണം അതിൻ്റെ അവിടെ നാം വസിക്കുന്നവരല്ല. എന്നാൽ അവിടെ വസിക്കുന്നവരുണ്ട്, പാർക്കുന്നവരുണ്ട്. അവർക്ക് ആ വീടിൻ്റെ മൂലയിലും മുക്കിലും എല്ലാം ഉള്ളതെല്ലാം അറിയാം. പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് അവിടെ ഉണ്ട്, പൂർണ്ണ സ്വാധീനം അവർക്കുണ്ട്, പൂർണ്ണ അധികാരം അവിടെയുണ്ട്. ആ പൂർണ്ണ സ്വാധീനത്തിലും അധികാരത്തിലും ഒരിടത്തായിരിക്കുന്നതാണ് വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ, ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ സെന്ററിനെ, കേന്ദ്രത്തെ കാണിക്കുന്നതാ. ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ അവൻ ആ നിലയിൽ ഉണ്ടായിരിക്കണം, അവൻ വസിക്കണം. നാം ഒന്ന് ഓർക്കേണ്ടത്, കർത്താവ് ദൈവമെന്നുള്ള നിലയിൽ അവൻ സകലിടത്തും ഉണ്ട്. അവൻ്റെ സർവ്വവ്യാപിത്വം, അവൻ വസിക്കണമെന്ന് നാം പറയുമ്പോൾ സർവ്വവ്യാപിത്വത്തെക്കുറിച്ചല്ല പറയുന്നത്. സർവ്വവ്യാപിയായി അവനില്ലാത്ത ഒരിടവുമില്ല. അവൻ എല്ലായിടത്തും എല്ലാറ്റിലുമുണ്ട്. മാത്രമല്ല എല്ലാ വിശ്വാസികളിലും അവൻ്റെ അധിവാസവുമുണ്ട്. അധിവാസം, സർവ്വവ്യാപിത്വം, അധിവാസം. കൊലോസ്യ ലേഖനം 1:27 നാം വായിക്കുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ കുറെ വിശ്വാസികളിലല്ല, പിന്നെ എല്ലാ വിശ്വാസികളിലും അവൻ്റെ അധിവാസം. വാസ്തവത്തിൽ നാം പല ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ പിതാവുള്ളിലുണ്ട്, പുത്രനുള്ളിലുണ്ട്, അതുപോലെ പരിശുദ്ധാത്മാവും ഉള്ളിലുണ്ട്. ഈ അധിവാസം എല്ലാ വിശ്വാസികളിലുമുണ്ട്. അപ്പോൾ സർവ്വവ്യാപിത്വം സകലത്തിലും അവനുണ്ട്, അവനില്ലാത്ത ഒരിടവുമില്ല. മാത്രമല്ല എല്ലാ വിശ്വാസികളിലും അവൻ്റെ അധിവാസമുണ്ട്. കർത്താവിൻ്റെ അധിവാസമില്ലാത്ത ഒരു വിശ്വാസിയുമില്ല. എന്നാൽ ഇവിടെ അവൻ നമ്മിൽ വസിക്കണമെന്ന് പറയുമ്പോൾ അതിതിനെയൊക്കെ കവർന്നു ചെല്ലുന്നതാ, കവിഞ്ഞു ചെല്ലുന്നതാ. ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ ആ അധികാരത്തിലും സ്വാധീനത്തിലും സ്വാതന്ത്ര്യത്തിലും നമ്മുടെ ജീവിതത്തിലായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ മുക്കും മൂലയും എല്ലാം അവന് സമർപ്പിതമായിരിക്കണം. ആ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞാൻ മുൻപ് ഓർപ്പിക്കുകയുണ്ടായി, ഇവിടെ ഒരു ക്രമമുണ്ടെന്നുള്ള കാര്യം. ഒന്നാമത്തതില്ലാതെ രണ്ടാമത്തതില്ല. ഒന്നാമത്തത് നാം കണ്ടു, എന്ത്? നാം അകത്ത് ബലപ്പെടണം, ശക്തിപ്പെടണം. എങ്ങനെയായിരിക്കണം അത് എന്നും കണ്ടു. വചനത്താൽ. പരിശുദ്ധാത്മാവ് അത് വചനത്താൽ ചെയ്യുന്നു. വചനത്താൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൻ നൽകുന്ന വചനം നാം അനുസരിക്കുന്നു, അങ്ങനെ ശക്തി ഉള്ളിൽ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ജീവിതങ്ങൾക്കുള്ള അനുഭവമാണ് ഈ രണ്ടാമത്തത്. എന്ത്? ക്രിസ്തു അവരിൽ എന്ത്? വസിക്കും. അവൻ പൂർണ്ണ അധികാരത്തോടെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, സ്വാധീനത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ വിശ്വാസികൾക്ക് അത് ഉണ്ടാവണം. അതെങ്ങനെയാണ് സാധ്യമായി വരുന്നത്? അവിടെയുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കുക, വിശ്വാസത്താൽ. വിശ്വാസത്താൽ. എന്താണ് വിശ്വാസത്താൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? നാം റോമാലേഖനം 10-17 വായിക്കുമ്പോൾ വിശ്വാസം എങ്ങനെ വരുന്നു എന്ന് നാം കാണുന്നു. എങ്ങനെയാ വിശ്വാസം? കേൾവിയാൽ. കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അവിടെയും വചനത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. അപ്പോൾ വചനം നാം കേൾക്കണം.
കേൾക്കണമെന്ന് മാത്രമല്ല, അത് നാം അംഗീകരിക്കണം, അതിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. അങ്ങനെ വിധേയപ്പെടുത്തുമ്പോഴുള്ള സംഗതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ക്രിസ്തു വസിക്കും, അല്ലെങ്കിൽ അവൻ സ്വാതന്ത്ര്യത്തോടെ അവിടെ ആയിരിക്കും. ഹി വിൽ ഫീൽ അറ്റ് ഹോം. വചനത്തെ അനുസരിക്കാത്ത, വചനത്തോട് ഒത്തുചേരാത്തതായിട്ടുള്ള ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അംഗീകരിക്കുമെങ്കിൽ, അതിനിടം കൊടുക്കുമെങ്കിൽ, അവൻ ആയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, അവൻ ജീവിതത്തിൽ ആയിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അധിവാസമുണ്ട്, വാസമില്ലെന്നുള്ള അവസ്ഥ നമുക്കുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുവാൻ ഒരിക്കലും ഇവിടെ വരരുത്. വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കണം. വിശ്വാസത്താൽ അവൻ വസിക്കണം. മൂന്നാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്താണ് മൂന്നാമത്തത്? 17 മുതൽ താഴേക്ക് വായിച്ച നിർത്തിയ ഭാഗം തൊട്ട് താഴേക്ക് നമുക്ക് നോക്കാം. 17 2 ഭാഗം തൊട്ട്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകണം. എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം അറിയണം. അവിടെ നാം നോക്കുമ്പോൾ 18 വാക്യത്തിൽ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് നാം അറിയണം. സ്നേഹത്തെ സംബന്ധിക്കുന്നതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. എന്നുവെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം ഇവ നാം അറിയണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എന്താണ് ആ വീതി? കിലോമീറ്റർ കണക്ക് പറയാൻ ഒക്കുമോ? ഇത്ര കിലോമീറ്റർ. നീളം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പരിമാണങ്ങളൊന്നും നമുക്ക്, ഡയമെൻഷൻസ് ഒന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കാരണം സ്നേഹം അങ്ങനെ കിലോമീറ്ററിലോ മറ്റോ അളക്കാൻ ഒക്കുന്നത് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് പൗലോസ് വീതിയും നീളവും ഉയരവും ആഴവും അറിയണമെന്നൊക്കെ പറയുന്നത്? ഒന്ന്, ഈ കാര്യങ്ങൾ സാധാരണ നാം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ആ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ ഡയമെൻഷൻസ്, ഈ അളവുകൾ പൗലോസ് ഉപയോഗിക്കുന്നതിന് ഒന്നാമത്തെ കാരണം സ്നേഹത്തിൻ്റെ വലുപ്പം കാട്ടുവാനായിട്ടാണ്. സ്നേഹത്തിൻ്റെ വലുപ്പം, അതിൻ്റെ വീതി നോക്കുക, അത് സകലത്തെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നീളം നോക്കുക, കഴിഞ്ഞ നിത്യത മുതൽ വരുന്ന നിത്യത വരെ അതുള്ളതാണ്. തന്നെയുമല്ല അതിൻ്റെ ഉയരം നോക്കുക, അത് നമ്മെ സ്വർഗത്തിലിരുത്തുന്നതാണ്. അതിൻ്റെ ആഴമോ, ഇറ്റ് റീച്ചസ് ടു ദ ഗട്ടമോസ്റ്റ്, ഏറ്റവും താഴത്തുള്ളവരെ പോലും അത് എത്തിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് അവരെ ഉയരത്തിലെത്തിക്കുന്നതാണ്. അതത്ര വലുതാ, ഇത്ര വലിയ സ്നേഹം. അപ്പോൾ ഈ കാര്യങ്ങൾ താൻ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കാരണം ആ സ്നേഹത്തിൻ്റെ വലുപ്പം കാട്ടുവാന്. ആ സ്നേഹം വലുതാ. രണ്ടാമത്തെ കാരണം ആ സ്നേഹം അറിയാവുന്നതാണ്, നമുക്ക് അറിയാവുന്നതാണ്, അറിയുവാൻ സാധിക്കുന്നതാണ്. ഇറ്റ്സ് പെർസെപ്റ്റബിലിറ്റി. ആദ്യത്തേത് ഇറ്റ്സ് ഗ്രേറ്റ്നെസ്, ഇറ്റ് ഷോസ് ഇറ്റ്സ് ഗ്രേറ്റ്നെസ്. ഈ അളവുകൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വലുപ്പത്തെ നമ്മുടെ മുൻപിൽ ഒന്ന് കൊണ്ടുവരാനായിട്ടാണ്. രണ്ടാമത്തത് ഇറ്റ്സ് പെർസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ അത് അറിയുവാൻ കഴിയുന്നതാണ് എന്നുള്ളത് നമ്മെ മനസ്സിലാക്കുവാനായിട്ടാണ്. നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ സ്നേഹവും അടുത്തുള്ളതാണ് എന്നുള്ളത് ഓർപ്പിക്കാനായിട്ടാണ്. ഇത് അടുത്തുള്ള സ്നേഹമാണ്. കണ്ടാലും എന്ന് പറയുവാൻ സാധിക്കത്തക്കവണ്ണം അത് അടുത്തുള്ളതാണ്, നമുക്ക് തൊടാവുന്നതാ, നമുക്ക് അനുഭവിക്കാവുന്നതാ, അടുത്തു വന്ന സ്നേഹം. അത് മാത്രമല്ല, ഈ അളവുകൾ പറയുന്നതിന് സ്നേഹത്തിൻ്റെ പൂർണ്ണതയും അതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്നേഹത്തിൻ്റെ പൂർണ്ണത, ദ പെർഫെക്ഷൻ ഓഫ് ദറ്റ് ലവ്. ആദ്യം ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഗ്രേറ്റ്നെസ്, രണ്ടാമത്തത് ഇറ്റ്സ് പെർസെപ്റ്റബിലിറ്റി, മൂന്നാമത്തത് ഇറ്റ്സ് പെർഫെക്ഷൻ. ആദ്യത്തേത് അതിൻ്റെ വലുപ്പം, ഇത് വലിയ സ്നേഹമാണ്.
രണ്ടാമത്തത് അത് നമുക്ക് അറിയുവാൻ കഴിയുന്നതാ, അടുത്തു വന്നതാ. മൂന്നാമത്തത് അതിൻ്റെ പൂർണ്ണത, അതിൻ്റെ തികവ് ഇത് കാട്ടുന്നു. അതെങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? അതിൻ്റെ നീളം എന്താണ്? സ്നേഹത്തിൻ്റെ നീളം. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എത്രയാ? എന്താ? കേട്ടില്ലല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം എത്ര? അളക്കാൻ കഴിയില്ല. അത് തന്നെയായിരിക്കും ഇവിടെയും പറഞ്ഞത് അല്ലേ? അളക്കാൻ കഴിയുന്നതല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഇൻഫിനൈറ്റ്. അത് അപരിമേയമായിട്ടുള്ള സ്നേഹമാണ്. അതിൻ്റെ നീളം നമുക്ക് അളക്കാൻ കഴിയില്ല. ഇൻഫിനൈറ്റ്. അതിൻ്റെ വീതിയോ? അതിൻ്റെ വീതിയോ? പറഞ്ഞാട്ടെ. ഒന്നാമത്തെ പറഞ്ഞാൽ രണ്ടാമത്തെ പറയാൻ എളുപ്പമാ. എന്താ? അതും ഇൻഫിനൈറ്റ്, അളക്കുവാൻ കഴിയുന്നതല്ല, അപരിമേയമാണ്. അതിൻ്റെ ആഴമോ? അതും അത് തന്നെ, അപരിമേയമാണ്. ഉയരമോ? അതും അത് തന്നെ, അളക്കാൻ കഴിയുന്നതല്ല, അപരിമേയമായിട്ടുള്ളതാ. ഇൻഫിനൈറ്റ്, ഇൻഫിനൈറ്റ്, ഇൻഫിനൈറ്റ് ആൻഡ് ഇൻഫിനൈറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ പറയാം, അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ളതിനെ നാം എന്താ സാധാരണ വിളിക്കുന്നത്? സ്കൂളിൽ പഠിച്ച കാര്യമാണ് കേട്ടോ. മുമ്പേ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമൊക്കെ കേട്ടു. എല്ലാ വശവും ഒരേ അളവാണ്. ഉയരവും ആഴവും വീതിയും നീളവും എല്ലാം ഒന്നാണെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? സമചതുരം എന്ന് പറയുമ്പോൾ ഒരു ലെവലല്ല ഉള്ളോ? ക്യൂബ്. ക്യൂബിന് എന്താ മലയാളം? കോണല്ല, ക്യൂബ്. പരിപാടി മനസ്സിലായല്ലോ അല്ലേ? ക്യൂബ്. എല്ലാ വശവും ഒരുപോലെ. ക്യൂബ്. ഉയരവും ഒന്ന്, വീതിയും നീളവും എല്ലാം ഒരേ ഒന്ന്. ക്യൂബ്. എല്ലായിടവും സമചതുരമായിട്ടുള്ള ഒരു കട്ട. അത് മനസ്സിലാക്കുക. അതാണ് ഒരു ക്യൂബ്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ക്യൂബാണ്. ക്യൂബ് ഓൾവേസ് സ്പീക്സ് ഓഫ് പെർഫെക്ഷൻ. ഒരു ക്യൂബ് പൂർണ്ണതയെ കാണിക്കുന്നതാ. ഒരു ക്യൂബ് നോക്കിക്കൊണ്ട് ഈ വശം അതിനേക്കാളിലും ചെറുതാണെന്ന് പറയാൻ സാധ്യമല്ല, ആ വശം ഇതിനേക്കാളിലും ചെറുതാണെന്ന് പറയുവാൻ സാധ്യമല്ല. എല്ലാ വശങ്ങളും ഒരുപോലെ, ഒന്നൊന്നിന് കുറവില്ലാത്തതാ. അതാണ് പൂർണ്ണത. അത് മനസ്സിൽ വെച്ചുകൊണ്ട് സമാഗമന കൂടാരത്തിലേക്ക് വരിക. അവിടെ ഒരു ക്യൂബ് ഉണ്ടായിരുന്നു. ഏതാണ്? ഏതാണ് അവിടെയുള്ള ക്യൂബ്? അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉയരവും നീളവും അതുപോലെ വീതിയും എല്ലാം സമമായിരുന്നു. 10 ക്യൂബിറ്റ്സ്, 10 ക്യൂബിറ്റ് എല്ലാ വശങ്ങളും. അപ്പോൾ അതൊരു ക്യൂബാ. അവിടെയാണ് ദൈവം വസിച്ചിരുന്നത്. സ്പീക്സ് ഓഫ് പെർഫെക്ഷൻ. അത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ഇനിയും ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിലേക്ക് വരിക. അവിടെയും ഉണ്ടായിരുന്ന ഒരു ക്യൂബ്. അതും അതിവിശുദ്ധ സ്ഥലമാ. 20x20x20 അല്ലെങ്കിൽ 20 മുഴം വെച്ച് എല്ലാ വശങ്ങളും. സമാഗമന കൂടാരത്തിന്റെ ആ അളവുകൾക്കും ഡബിൾ ആയിരുന്നു. എന്നാൽ അതും ഒരു ക്യൂബായിരുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്കൊരു ക്യൂബ് കാണാനായിട്ട് സാധിക്കും. ഏത് ക്യൂബ്? പുതിയ യെരൂശലേം. അതിൻ്റെയും അളവുകളെല്ലാം സമമാ. അപ്പൊ വലിയൊരു ക്യൂബായിരിക്കും പുതിയ യെരൂശലേം. ഇതെല്ലാം ദൈവം വസിക്കുന്നിടമാ. പുതിയ യെരൂശലേം ആണെങ്കിലും ശലോമോന്റെ ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലമാണെങ്കിലും മോശ പണി കഴിപ്പിച്ച സമാഗമന കൂടാരത്തിന്റെ ആ അതിപരിശുദ്ധ സ്ഥലമാണെങ്കിലും എല്ലാം ഒരു ക്യൂബാണ്. അവിടെ എല്ലാം ദൈവം വസിക്കുന്നിടമാ. അത് പൂർണ്ണതയെ കാണിക്കുന്നതാ. ഇവിടെ നാം നോക്കുമ്പോൾ എല്ലാ വശങ്ങളും സമമായിട്ടുള്ള ഒരു ക്യൂബ് കാണാൻ സാധിക്കുന്നു. അത് സ്നേഹത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് പൗലോസ്
ഈ പരിമാണങ്ങളെല്ലാം നമ്മുടെ മുൻപാകെ വെക്കുമ്പോൾ കൊണ്ടുവരുന്നത് അവൻ്റെ സ്നേഹം പൂർണ്ണമായിട്ടുള്ളതാണ്. ഈ പൂർണ്ണമായിട്ടുള്ള തികവുള്ള നമുക്കറിയുവാൻ കഴിയുന്നതായിട്ടുള്ള ഈ വലിയ സ്നേഹം നാം അറിയണം. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. ഈ സ്നേഹം നാം അറിയുന്നവരായിരിക്കണം. എങ്ങനെ അറിയാൻ സാധിക്കും? അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരണം. അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ എങ്ങനെ വളരാം? അവനെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന വചനത്തിലേക്ക് വരണം. വീണ്ടും വചനത്തിലേക്ക് നാം വരുന്നത്. അവനെക്കുറിച്ചുള്ള അറിവിൽ, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവിൽ നാം വർദ്ധിക്കുമ്പോൾ നാം അവനോടുള്ള സ്നേഹത്തിലും വർദ്ധിക്കും. അവനോടുള്ള സ്നേഹത്തിൽ നാം വർദ്ധിക്കുമ്പോൾ അവനോടുള്ള ആനുരൂപ്യം നമുക്കുണ്ടാവും. നാം ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയോടുള്ള ആനുരൂപ്യം സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നാം ആരെയെങ്കിലും സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക, നാം ആരെയെങ്കിലും ആദരിക്കുന്നു എന്ന് വിചാരിക്കുക, ആ വ്യക്തിയുടെ നടപ്പും വർത്തമാനവും എല്ലാം നാം ശ്രദ്ധിക്കും. സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെപ്പോലെ നാം പറയുവാൻ, പ്രവർത്തിപ്പാൻ തുടങ്ങും. നാം അറിയാതെ തന്നെ ഇതുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുക, നാം അവനോടുള്ള സ്നേഹം, അവന് നമ്മോടുള്ള സ്നേഹം നാം മനസ്സിലാക്കണം, വർദ്ധിക്കണം, അറിയണം. മാത്രമല്ല, അങ്ങനെ അറിയുമ്പോൾ അവനോടുള്ള സ്നേഹവും വർദ്ധിക്കും. അവനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നാലാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരുന്ന അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ അവനോടുള്ള ആനുരൂപ്യമുണ്ടാകും. അവനെപ്പോലെ ജീവിക്കുവാനുള്ള പ്രവണത നമുക്കുണ്ടാവും. അതുണ്ടാവണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എഫേസ് ലേഖനം വളരെ മനോഹരമായിട്ടുള്ളതാണ്. എഫേസ് ലേഖനം ഞാൻ പഠിപ്പിക്കുകയായിരുന്നില്ല. അതിൻ്റെ മധ്യഭാഗത്തു നിന്നും, അതിൻ്റെ കേന്ദ്ര ഭാഗത്തു നിന്നും ആ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും വിശ്വാസികൾ നിറഞ്ഞു വരണം. പൗലോസ് അതാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാവിലെ നാം ഈ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെയും നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം അതാണെന്നുള്ളത് നാം ഓർത്തിരിക്കുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ നാം കണ്ടത് അതിന് ദൈവം എന്തൊക്കെ ചെയ്തു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നാം കണ്ടു. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരിക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ നിറയണം. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ പറഞ്ഞാട്ട് ദൈവത്തെ അനുകരിപ്പേൻ. അത് അതേ കാര്യം തന്നെയാണ്. അതാണല്ലോ ഇന്നലെ നിങ്ങൾ കേട്ടതല്ലേ? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തമ്മിൽ ഇല്ലേ? പഠിച്ചില്ലേ? അതോ മറന്നുപോയി ഇന്നലെ പഠിച്ചത്? അതെ, നാം ആ വാക്യം വായിച്ചു. അതിൻ്റെ തൊട്ട് ശേഷം കാണുന്ന വാക്യം ഇപ്പം ഞാൻ പറഞ്ഞത്. ആകയാൽ അതിന് ശേഷം വരുക, അവനെ അനുകരിക്കുക പ്രിയ മക്കളെന്ന പോലെ. നമ്മൾ അവൻ്റെ മക്കളാണ് എങ്കിൽ പിതാവിൻ്റെ സ്വഭാവം നമ്മൾ കാണണം. അത് തന്നെയാണ് ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നാം നിറഞ്ഞു വരണം. ഇറ്റ്സ് എ മസ്റ്റ്. അതുണ്ടാവണം. അതിന് സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പിതാവ് പുത്രനെ തലയായി നൽകി, പുത്രൻ ദാനങ്ങളെ നൽകി, പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നാം കണ്ടെന്ന് നാം എന്ത് ചെയ്യണമെന്നുള്ളതാണ്. നാം എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാട്ട് ശക്തിപ്പെടണം. അത് ആത്മാവിനാലാണ് നടക്കുന്നത്. അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം എന്ന് വെച്ചാൽ അതിന് അളവില്ല. പരിശുദ്ധാത്മാവ് വചനത്താൽ അത് ചെയ്യുന്നു എന്നുള്ള കാര്യം നാം കണ്ടു. രണ്ടാമത്, ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നാം കാണുകയുണ്ടായി. വിശ്വാസത്താൽ എന്നുള്ള വാക്ക് വീണ്ടും വചനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. Christ should feel at home in us. പിള്ളേരൊക്കെ വീട്ടിൽ വഴക്കിടുമ്പോൾ അപ്പൻ ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥയിൽ അതുപോലെ കർത്താവ് ഉള്ളിലിരിക്കാൻ ഒരിക്കലും ഇടവരരുത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ, പൂർണ്ണ സ്വാധീനത്തിൽ, അറ്റ് ഹോം, ആ അവസ്ഥ കർത്താവിൻ്റെ ഉള്ളിലുണ്ടാവണം. അത് അനുസരണയുള്ളിടത്ത, അവന് വിധേയപ്പെട്ട ജീവിതമുള്ളിടത്ത. അങ്ങനെ ഉണ്ടാകുമ്പോൾ, ആ വാസമുണ്ടാകുമ്പോൾ സ്നേഹത്തിലുള്ള അറിവ് വർധന ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുമ്പോൾ അവനോടുള്ള നമ്മുടെ സ്നേഹവും വർദ്ധിക്കും.
അവനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ പറഞ്ഞാട്ട് അവനെ നാം അനുകരിക്കുവാൻ ഇടയായിത്തീരും. നാം ആരെ സ്നേഹിക്കുന്നുവോ അവരെ നാം അനുകരിക്കും. അപ്പോൾ അങ്ങനെ അവനെ അനുകരിക്കുന്ന ആ അവസ്ഥയാണ് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരുന്ന ജീവിതങ്ങൾ. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം നോക്കുക, പല കാര്യങ്ങൾ നാം കാണുകയുണ്ടായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു വസിക്കുന്ന അവസ്ഥയുണ്ടോ? വചനത്തിന് എന്ത് സ്ഥാനമാണ് ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്? അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നുണ്ടോ? അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ ഞാൻ വർദ്ധിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നോക്കണം. കർത്താവിനെ ഞാൻ അനുകരിച്ചാണോ ജീവിക്കുന്നത്, അതോ എങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നു എന്നേ ഉള്ളോ? ജീവിതത്തിൽ അനുദിനം കുറവുകളെ കണ്ട് കുറവ് തിരുത്തി മുൻപോട്ട് പോകുവാൻ ഇടവരുന്നുണ്ടോ? കുറവില്ലാഞ്ഞിട്ടാണോ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരുവാൻ, കർത്താവിനെ കാട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, കർത്താവ് വരുന്നിടം വരെയും ജീവിക്കുവാൻ നമുക്ക് പ്രോത്സാഹനമായി ഇന്ന് നാം കേട്ട ഈ കാര്യങ്ങളെല്ലാം ഇടയായി തീരട്ടെ, മുഖാന്തരമായി തീരട്ടെ. ആ നിലയിൽ കേട്ട കാര്യങ്ങളെ വീണ്ടും നമുക്ക് വിചിന്തനം ചെയ്യാം. ജീവിതത്തിൽ പ്രായോഗികമായി വരുത്തേണ്ടത് ആ നിലയിൽ നമുക്ക് വരുത്താം. കർത്താവിനായി ജീവിക്കാം. അതിന് നാം ഈ കേട്ട എല്ലാ കാര്യങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ തൻ്റെ പുത്രനിൽ കൂടി തിരഞ്ഞെടുത്തു, തന്നെ മക്കളാക്കി തീർത്തു. എന്നാൽ മക്കൾ എന്നുള്ള നിലയിൽ നാം ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ശക്തിപ്പെടുത്തണം, അതിനുവേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ ആദ്യം പഠിച്ചു. രണ്ടാമതായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഇതെല്ലാം നാം കേട്ടു. പെട്ടെന്ന് മറന്നു പോകുന്നവരായിട്ടല്ല, നാം നോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതലായി അത് ധ്യാനിക്കുവാനും പഠിക്കുവാനും വരും ദിവസങ്ങളിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അത് അനുഭവത്തിലാക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആലോചന പറഞ്ഞു തന്ന പ്രിയ കർത്തദാസിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ബിജു പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾക്കിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസനെ അവിടുന്ന് കൊണ്ടുവന്നതിനായിട്ട് നന്ദി. ഞങ്ങളോടുള്ള അവിടുത്തെ ദൂത് ഞങ്ങൾക്ക് നൽകുവാൻ അവിടുത്തേക്ക് പ്രസാദമായി. പ്രിയദാസന് ആത്മാവിൻ്റെ നിറവും വചനത്തിൻ്റെ തികവും അവിടുന്ന് നൽകിയതിനായിട്ട് സ്തോത്രനാഥ. എഫേസോസിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്നും ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ വാചകങ്ങൾ ഇന്ന് ഞങ്ങൾക്കൊന്ന് വിശകലനം ചെയ്യുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുവാൻ കർത്താവ് അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് സ്തോത്രനാഥ. ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള ദൈവകൃപ അവിടുന്ന് ധാരാളമായിട്ട് നൽകി ഞങ്ങളെ സഹായിക്കണം എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശക്തിയോടെ ബലപ്പെടുവാൻ ഞങ്ങളുടെ കർത്താവ് അവിടുന്ന് കൃപ നൽകണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ കർത്താവിൻ്റെ ആ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ, ഞങ്ങൾക്കറിയുവാൻ കർത്താവ് അവിടുന്ന് കൃപ നൽകണം നാഥ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കത്തക്ക നിലയിൽ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ എല്ലാമായി തീരുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവത്തിൻ്റെ ആ നിറവോളം സകലത്തിലും നിറഞ്ഞവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ദാസന് വചനം കൊടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട്, നന്മകൾക്കായിട്ട് നന്ദി കർത്താവേ. ഇന്നും ഇത്രയും പേരെ അവിടുന്ന് കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഭവനത്തിലേക്ക് പിരിയുന്നു. അവിടുത്തെ പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.